തിരുവനന്തപുരത്ത് പാപ്പനംകോട് തീപിടിച്ച് 2 പേർ മരിച്ച സംഭവം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. മരിച്ചത് ഭാര്യ വൈഷ്ണവിയും ഭർത്താവ് ബിനുവും എന്ന സൂചന. മൃതദേഹം ഭർത്താവ് ബിനുവിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. അതേസമയം ഇന്ധനമെത്തിക്കാൻ ഉപയോഗിച്ച കുപ്പി പോലീസ് കണ്ടെത്തി. പാപ്പനംകോട് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിലുണ്ടായ തീപിടുത്തം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. മരിച്ചത് വൈഷ്ണവ എന്ന സ്ത്രീയാണ് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. രണ്ടാമത്തെയാൾ ഇവരുടെ ഭർത്താവ് ബിനുവെന്നാണ് സൂചന. ഇരുവരും തമ്മിലുള്ള അകൽച്ചയും തർക്കങ്ങളും കൊലപാതകത്തിലെത്തിച്ചുവെന്നാണ് വിവരം. വൈഷ്ണവയെ കൊലപ്പെടുത്തിയ ശേഷം ബിനു ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൃതദേഹം ഭർത്താവ് ബിനുവിൻ്റേത് എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. ഇതിനുശേഷമേ മരിച്ചത് ബിനുവാണെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കൂ. രാവിലെ സ്ഥലത്ത് ഒരു പുരുഷനെത്തി പ്രശ്നമുണ്ടാക്കിയെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. മാത്രമല്ല, പോലീസ് CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. കൂടാതെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. വൈഷ്ണവയെ കുത്തിയ ശേഷം ഭർത്താവ് ബിനു തീ കൊളുത്തിയതെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടെ 2 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനകത്താണ് തീപിടുത്തമുണ്ടായത്. ഓഫീസ് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. മുറിക്കുള്ളിൽ പെട്ടെന്നാണ് തീ ആളിപ്പടർന്നത് എന്നാണ് വിവരം. തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് സംഘമെത്തി തീ കെടുത്തിയ ശേഷമാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.